നമസ്കാരം. നമ്മൾ മാധ്യമങ്ങൾ, അത് ഏത് മാധ്യമമായാലും വാർത്തകൾ നൽകുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. പക്ഷം പിടിക്കാം തീർച്ചയായിട്ടും ഓരോ ചാനലിനും അല്ലെങ്കിൽ പത്രത്തിനും അവരുടെ രാഷ്ട്രീയമുണ്ടാകാം, അവരുടെ വിശ്വാസങ്ങൾ ഉണ്ടാകാം, അവരുടെ ഒരു നിലപാടുണ്ടാകാം. അതൊക്കെ തന്നെ ചേർത്ത് വെച്ചുകൊള്ളൂ, യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല. പക്ഷേ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുന്നതാണ്, ജനങ്ങളിൽ എല്ലാവരും ഇത് കാണുന്നതാണ്. നിങ്ങളുടെ പക്ഷക്കാർ മാത്രമല്ല, എല്ലാ പക്ഷക്കാരും ഇത് കാണുന്നതാണ് എന്ന സാമാന്യ ബോധ്യം സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വേണ്ടതാണ്. ഇപ്പോൾ കൈരളി ജനം ടിവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, അതായത് ഗോവിന്ദച്ചാമിയുടെ യഥാർത്ഥ പേര് പറഞ്ഞുകൊണ്ട് ജനം ടി വി വാർത്ത നൽകി എന്നാണ് കൈരളിയുടെ വാദം, അല്ലെങ്കിൽ കൈരളിക്ക് സങ്കടമായത്. അതിനുള്ളിലും വർഗീയത കാണുന്നു എന്നാണ്. ചാർലി തോമസ് എന്ന യഥാർത്ഥ പേര് ഇയാളെ ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്നതാണ്. ഇയാളുടെ റെക്കോർഡ്സിലൊക്കെ തന്നെ ചാർലി തോമസ് എന്ന് തന്നെയാണ് ഇയാളുടെ പേര്. അത് പറഞ്ഞതിന് കൈരളി ഇത്രമാത്രം സഹികേടേണ്ട കാര്യമുണ്ടോ? ഇനി മീഡിയ വണിലേക്ക് പോയി കഴിഞ്ഞാൽ, മീഡിയ വൺ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയെന്നൊക്കെ, ബംഗാളിൽ നിന്നൊക്കെ നാട് കടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുസ്ലിം നാമധാരികളായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് മാത്രം അനധികൃതമായി ഇന്ത്യയിൽ കടന്നുകൂടിയവർ കുടിയേറ്റക്കാരല്ലാതാവുകയും ഒന്നുമില്ലല്ലോ. അങ്ങനെ ആവേണ്ട കാര്യവുമില്ലല്ലോ. ഇവിടെ അനധികൃതമായി വന്നു താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ചും ബീഹാറിലും ബംഗാളിലും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ അനധികൃതമായി വന്നു താമസിക്കുന്നത്. അവർക്ക് കള്ള രേഖകളും കള്ള ആധാറും കള്ള പാസ്പോർട്ടും വരെ എടുത്തു കൊടുക്കാൻ ഇവിടെയും അവിടെയും ഒക്കെ ഏജന്റുമാരുണ്ട് എന്നത് ഒരു നഗ്നമായ സത്യമാണ്. അത് തീർച്ചയായിട്ടും അനധികൃതമായ ആളുകളെ, രേഖകളില്ലാത്തവരെ, അല്ലെങ്കിൽ ഇവിടെ അനുവാദമില്ലാതെ കുടിയേറി പാർക്കുന്നവരെ തീർച്ചയായിട്ടും നാട് കടത്തുക തന്നെ ചെയ്യും. അതത് നാടുകളിലേക്ക് പോകും. അവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം നിങ്ങൾ ഏത് നാട്ടുകാരാണെന്ന് മനസ്സിലാക്കിയ ശേഷം ആ രാജ്യത്തേക്ക് അവരെ വിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെ ഇങ്ങനെ നാട് കടത്തുന്ന പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. പക്ഷെ മീഡിയ വണ്ണിന്റെയൊക്കെ കാർഡ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ മുസ്ലിങ്ങളെ, ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യൻ ആധാറുമുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയൊക്കെ ബംഗ്ലാദേശിലേക്ക് ഓടിച്ചു വിട്ടു, നിർബന്ധിച്ച് അടിച്ചോടിച്ചു വിട്ടു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന വാർത്തകളും കാർഡുകളും അവരതിനെക്കുറിച്ച് ചർച്ചകൾ വരെ നടത്തി. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, സത്യമെന്തെന്ന് ഉൾക്കൊള്ളാതെ, അല്ലെങ്കിൽ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങളോട് പറയാൻ മടിച്ച്, അതിനെ വളച്ചൊടിച്ച്, അതിനെ പച്ചക്കള്ളമാക്കി മാറ്റി പറയുന്ന ഒരുതരം മാധ്യമ പ്രവർത്തനം, അല്ലെങ്കിൽ മാധ്യമ സംസ്കാരം ഇവിടെ കടന്നു വരുന്നുണ്ട് എന്നത് വിഷമത്തോടെ, ദുഃഖത്തോടെ, ഖേദത്തോടെ, പ്രതിഷേധത്തോടെ പറയാനേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മാധ്യമങ്ങൾക്കും അവരുടേതായ ഒരു നിലപാട് കാണും, അവരുടേതായ ഒരു ആശയം കാണും, ഒരു ചിന്ത കാണും, ഒരു വിശ്വാസം കാണും, ഒരു രാഷ്ട്രീയം കാണും. അതൊക്കെ തന്നെ പ്രതിഫലിച്ചോട്ടെ, വാർത്തകളിലൊക്കെ തന്നെ പ്രതിഫലിച്ചോട്ടെ. പക്ഷേ ഈ നഗ്നമായി കള്ളം പറയുന്ന, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ പച്ചക്കള്ളം പറയുന്ന, യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങളിൽ വിരോധമുണ്ടാക്കുന്ന തരത്തിൽ ഒരുതരം കലാപാഹ്വാനത്തിന്റെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഒരിക്കലും മാധ്യമ നൈതികതയ്ക്ക് ചേർന്ന ഒന്നാണ് എന്ന് കരുതാനാകില്ല. അതിനിപ്പോൾ ഏത് മാധ്യമം ചെയ്താലും, നമ്മൾ ചെയ്താലും അങ്ങനെ തന്നെ. സത്യങ്ങൾ പറയാം, സത്യത്തിന് ഒരു പക്ഷമുണ്ട്, സത്യത്തിന് ഒരു നിലപാടുണ്ട്, അതൊക്കെ തന്നെ വ്യക്തമായി പറയാം. പക്ഷേ അയാഥാർത്ഥ്യങ്ങൾ, അവാസ്തവങ്ങൾ, പച്ചക്കള്ളങ്ങൾ, പച്ച നുണകൾ ഇത്തരത്തിൽ പ്രചരിപ്പിക്കരുത്. ഇവിടെ ഏത് ഇന്ത്യൻ അംഗീകൃത മുസ്ലിമിനെയാണ് ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയത്? അവരെ എണ്ണം വരെ പറയുന്നുണ്ട് കൃത്യമായിട്ട്. അത്രയും ആൾക്കാർ ഇവിടെ നാട് കടത്തി. മനുഷ്യരെ, ഇവിടെ അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് മതിൽ ചാടിയും മറ്റേ വേലിക്കിടയിലൂടെ കടന്നു വന്നും അതുപോലെ തന്നെ കട്ടും മോട്ടിച്ചും അവിടുന്ന് രക്ഷപ്പെട്ടും ഇവിടെ വന്ന് താമസിക്കുന്നവനാണ് ഇവനൊക്കെ. അത് കേരളത്തിലടക്കം അത്തരത്തിലുള്ള ബംഗ്ലാദേശികൾ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെ ഇവിടെ ഓടിച്ചു വിട്ടാൽ ഇവിടെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി CAA നടപ്പാക്കി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച്, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തിനിടയിൽ, ഒരു ഇന്ത്യൻ സമൂഹത്തിനിടയിൽ തന്നെ സ്പർദ്ധ വളർത്താനും ഭിന്നിപ്പിക്കാനും വിഘടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തനം നല്ലതാണോ എന്ന് അത് ചെയ്യുന്നവർ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇവിടെ കൃത്യമായി എണ്ണമെടുത്ത് ഏത് രാജ്യത്ത് ചെന്നാലും അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകുമല്ലോ. നിങ്ങൾ അറബ് രാജ്യങ്ങളിൽ ചെല്ലൂ, സൗദിയിൽ ഇഖാമ എന്ന് പറയുന്ന സംവിധാനമില്ലാതെ അവിടെ ജീവിച്ചാൽ അവർ പിടിച്ച് ജയിലിലിടും, അവർ നാട് കടത്തും, യാതൊരു സംശയവുമില്ല. ഏത് രാജ്യത്ത്, UAE പോയാലും അതെ. ഇനി ചെറിയ രാജ്യങ്ങളിൽ പോയാൽ പോലും, വളരെ ചെറിയ രാജ്യങ്ങളായ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയാൽ പോലും അവിടെയൊക്കെ അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അവരുടെ പൗരന്റെ ഐഡന്റിറ്റി ഉണ്ട്. അതില്ലാതെ അവിടെ കയറി കഴിഞ്ഞാൽ അത് അനധികൃത കുടിയേറ്റമാണ്. തീർച്ചയായിട്ടും പിടിക്കും, ശിക്ഷിക്കും, അല്ലെങ്കിൽ ജയിലിലിടും, അല്ലെങ്കിൽ നാട് കടത്തും. യാതൊരു സംശയവുമില്ല.
അതല്ലേ ഇവിടെ ചെയ്തുള്ളൂ. അനധികൃതമായി ഇവിടെ വന്ന് ഇവിടുത്തെ വോട്ട് ബാങ്കായി മാറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവരെ കടത്തിക്കൊണ്ടുവരുന്നതാണോ എന്ന് പോലും സംശയമുണ്ട്. അപ്പം ഇവിടെ അനധികൃതമായി ബംഗാളി മുസ്ലിങ്ങളെ, ബംഗ്ലാദേശികളാണ്, ബംഗാളി മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കാർഡടിച്ചു വിടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇതൊക്കെ വിശ്വസിച്ച് ശരിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ വിശ്വസിച്ച് ചിരിച്ച് തലയാട്ടി നിന്നുകൊള്ളും എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ തെറ്റി. ഇവിടെ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ അറിയാം. പണ്ടത്തെ കാലമല്ല ഇത്. ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും കാര്യങ്ങൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാവും. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ സുതാര്യമാണ്, വ്യക്തമാണ്, കൃത്യമാണ്, ലളിതമാണ്. അതിനിടയിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പ്രവർത്തിക്കൂ. നിങ്ങൾ മാറും എന്നോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ പറ്റുമെന്നോ ഉള്ള പ്രതീക്ഷയോ വിശ്വാസമോ ഒന്നും ഇവിടുത്തെ ജനങ്ങൾക്കില്ല. പിന്നെ പറയാനുള്ളത് പറയേണ്ടേ. അത് ഒരു മാധ്യമമായ സ്ഥിതിക്ക് ഞങ്ങൾക്കതിന് ഒരു ഉത്തരവാദിത്തം കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.